ഒരു വീട്ടില് ഒരേ ദിവസം ജനിച്ച 3 കുട്ടികള് SLC റിസൾട്ട് വന്നപ്പോ 3 പേർക്കും മുഴുവൻ വിഷയങ്ങളിലും A+. അപ്പൊ വീഡിയോ കണ്ടാലോ? മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി വലിയാക്കത്തൊടികയിൽ സയ്യിദ് ഹസൻ തങ്ങൾ, സൽമ ദമ്പതികളുടെ പ്രിയപ്പെട്ട മക്കൾ. എൻ്റെ പേര് മനാൽ ആയിഷ. എൻ്റെ പേര് മൈസ ഫാത്തിമ. എൻ്റെ പേര് മോസ മറിയം. LKG മുതൽ SSLC വരെ ഗവൺമെന്റ് സ്കൂളിലായിരുന്നു മൂവരും പഠിച്ചത്. കൽപ്പകഞ്ചേരി ഗവൺമെന്റ് HSSലായിരുന്നു 5 മുതൽ 10 വരെയും. LKG മുതൽ 3 ഒരു ക്ലാസ്സിലാണ്. ഒപ്പം തന്നെയാണ് പഠിക്കല്, കാര്യങ്ങളൊക്കെ ചെയ്യല് ഒക്കെ. 3 10ാം ക്ലാസ് വരെ ഒപ്പാണ്. പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വിജയം? പ്രതീക്ഷ ഉണ്ടാന്ന് വെച്ചാൽ 9th വരെ 3 ഒരേ ലെവലിൽ, അത്യാവശ്യം ടോപ്പ് ലെവലിൽ തന്നെയാണ് വന്നിരുന്നത്. 10th വന്നപ്പോൾ ഒരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരാൾക്ക് നമുക്ക് എന്താ 3 കിട്ടണമെന്നാണ്. ഒരാൾക്ക് മാത്രം കിട്ടിക്കിട്ടാൽ ഞാനൊരു വിജയത്തിനൊരു മധുരമില്ലല്ലോ. സോ 3 കിട്ടുമോ എന്നുള്ളൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളെ സ്റ്റഡീസൊക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങൾ 3 ഒറ്റക്കൊറ്റക്ക് തന്നെയായിരുന്നു ഇരുന്ന് പഠിക്കൽ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യും. പിന്നെ സാർമാരെ വിളിച്ച്, സാർമാരൊക്കെ കട്ട സപ്പോർട്ടോടെ തന്നെയാണ് ഞങ്ങൾക്ക് ഈ വിജയം കൈവരിക്കാൻ പറ്റിയത്. എപ്പോഴും പറയും ഞങ്ങളോട് 3 ഫുൾ A+ എടുക്കൂലേ, 3 ഫുൾ A+ എടുക്കൂല. പിന്നെ ഫാമിലി സപ്പോർട്ടും എൻ്റെ ഉമ്മയും ബാപ്പിയും ഒക്കെ നന്നായി പ്രഷർ ചെയ്യില്ലായിരുന്നു ഞങ്ങളോട്. ഞങ്ങളെ സ്വന്തം ഇഷ്ടത്തിന് പഠിച്ചതാണ്. ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു വിജയം. ഒരു സമയത്ത് ചെറുതായിട്ട് ടെൻഷൻ വന്നപ്പോൾ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഫുൾ A+ വേണം, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഫുൾ A+ ആർക്കും ഇവിടെ വേണ്ട, നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പഠിച്ചാൽ മതി, പറ്റുമെങ്കിൽ മറ്റേ ഇതാക്കി വന്നത്. കൂടുതൽ പ്രഷർ തീരെ പ്രഷർ ചെയ്തിട്ടില്ലായിരുന്നു. ടീച്ചർമാരാണെങ്കിലും നിങ്ങൾക്ക് മാക്സിമം പഠിക്കുക, A+ എന്നൊക്കെ പറയുന്നത് അതൊക്കെ നിങ്ങളുടെ ലൈഫിനെ ബാധിക്കാനുള്ള രീതിയിൽ തന്നെ വളരെയധികം കംഫേർട്ട് ചെയ്തിട്ടായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും, ട്യൂഷനിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ ഭയങ്കര എല്ലാവരും ഭയങ്കര കംഫേർട്ട് എടുത്തിട്ടാണ് പഠിപ്പിച്ചിരുന്നത്. ഏത് സ്കൂളാണ് നിങ്ങൾ പഠിക്കുന്നത്? ഞങ്ങൾ GVHS കൽപ്പകഞ്ചേരി. ഇവിടുത്തെ ടീച്ചേഴ്സ്, സ്റ്റുഡൻറ്, അതേപോലെ തന്നെ ബാക്കി അധികൃതരൊക്കെ എങ്ങനെയായിരുന്നു? ടീച്ചേഴ്സും ഒക്കെ പറഞ്ഞാൽ എന്താ പറയുക, ഓരോ കുട്ടീനെയും പഠിക്കണവർ മാത്രമല്ല എല്ലാ കുട്ടികളെയും ഒരേപോലെ ഉയർത്തിക്കൊണ്ടുവരാണ്. അതുപോലെ വിജയപേരി ഒക്കെ വെച്ചിരുന്നല്ലോ. അങ്ങനെ എല്ലാ കുട്ടികൾക്കും ഒപ്പം ഒരു വിജയം വരണം എന്നുള്ള രീതിക്കാണ് ഇവിടെ പഠിപ്പിച്ചിരുന്നത്. നല്ല കോച്ചിങ്ങിന് ഇവിടെ. ഇതില്ലാണ്ട് വേറെ ഞാൻ കേട്ടു, പഠിപ്പിലപ്പുറം ഒരുപാട് കലാ ലെവലിലും എല്ലാവരും കായിക രംഗത്തും മികവ് തെളിയിച്ചിട്ടുള്ള 3 മിടുക്കികളാണ് കേട്ടോ. ഏതിലൊക്കെയായിരുന്നു? എനിക്കെന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിൽ മാത്രം ഇരിക്കൽ നടക്കില്ല. ഞാൻ കുറച്ചും കൂടി സോഷ്യലൈസ്ഡ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ സ്കൂൾ ലീഡർ ആയിരുന്നു. കഴിഞ്ഞ വർഷം ഡെപ്യൂട്ടി ലീഡർ ആയിരുന്നു. അപ്പം പിന്നെ അറബി കലോത്സവത്തിൽ എല്ലാ വർഷവും നാടകത്തിനും മോണോ ആക്ടിനും ഒക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. പിന്നെ പ്രസംഗ മത്സരങ്ങൾക്ക് ഒക്കെ പങ്കെടുക്കാറുണ്ട്. അതെ, എനിക്ക് അറബിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിഷയം. ഞാൻ അറബിക്ക് ക്വിസിന് ഇക്കൊല്ലം പങ്കെടുത്ത് സബ് ജില്ലാ തലത്തിൽ 1ാം സ്ഥാനം, ജില്ലാ തലത്തിൽ A ഗ്രേഡും കിട്ടി. പിന്നെ അലിഫ് അറബിക് ക്വിസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അതിനും പങ്കെടുത്തിട്ട് സബ് ജില്ലയിൽ ഫസ്റ്റും ജില്ലയിൽ പിന്നെ സർട്ടിഫിക്കറ്റും ലഭിച്ച്. പിന്നെ ഞങ്ങളെ സ്കൂളിന് ആണ് 3 കൊല്ലമായിട്ട് അറബിക്കിൻ്റെ ഓവറോൾ ചാമ്പ്യൻസ്. ഇയാൾക്ക് എങ്ങനെയാണ്? എനിക്ക് സ്പോർട്സിനോടാണ് താല്പര്യം. കോഫ് ബോളിന് ഞാൻ ജില്ലാ ടീമിൽ പോയിരുന്നു. അതുപോലത്തെ ഹാൻഡ് ബോളിന് പോയിരുന്നു. ഹാൻഡ് ബോളിന് സബ് ജില്ലയിൽ ഏറെ ജില്ലയിലും പോയിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എന്താണ് നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? എന്താവാനാണ് ആഗ്രഹം? എനിക്ക് കറക്റ്റ് ഒരു എയിമില്ല, പക്ഷേ ഫിനാൻഷ്യലി സെറ്റിൽ ആവണമെന്നുണ്ട്. പക്ഷേ കൊമേഴ്സ് എടുക്കണമെന്നാണ്. മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. സോഷ്യൽ വർക്കർ ആവാനാണ് ആഗ്രഹം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇൻട്രോവേർട്ട് ഭയങ്കര ഫാഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സ്വന്തം മൊബൈൽ ഫോണിലേക്ക് ഒതുങ്ങുക, അല്ലെങ്കിൽ സണ്ണിലേക്ക് തന്നെ ഒതുങ്ങുക എന്നുള്ളതാണ് എല്ലാവർക്കും താല്പര്യം. പക്ഷേ എനിക്കെങ്ങനെയെന്ന് വെച്ചാൽ കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആവും. ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഫെയിം എന്നല്ല, ഈ ഫെയിമിനോട് താല്പര്യമില്ല, കൂടുതൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക, എല്ലാവരുടെ ഇടയിൽ എല്ലാവരുടെയും പോലെ ആവുക. ഒരു സോഷ്യൽ ബട്ടർഫ്ലൈ എന്ന് തന്നെ ഫ്രണ്ട്സൊക്കെ വിളിക്കാറ്. അപ്പം അങ്ങനത്തെ ഫീൽഡിനോടാണ് എനിക്ക് താല്പര്യം. എനിക്ക് അറബിക്കിനോട് തന്നെയാണ് താല്പര്യം. ഞാൻ അൻസാർ അറബി കോളേജിൽ പോയി പഠിച്ച് അറബിക്കിൽ PhD ഒക്കെ എടുക്കാൻ താല്പര്യമുണ്ട്. പിന്നെ അറബിക് ലെക്ചറർ ആവാനാണ് എനിക്ക് താല്പര്യം. ഇവരെ പറ്റി പറയുകയാണെങ്കിൽ പഠിത്തത്തിൽ ഞങ്ങൾ ഉപ്പായാലും ഉമ്മായാലും കൂടുതൽ കമ്പലൊന്നും ചെയ്തിട്ടില്ല. അവർ സ്വയം ഹാർഡ് വർക്ക്. പിന്നെ സ്കൂളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്കൂളിൻ്റെ ഈ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ വിജയബേരി, അതുപോലെ HM, പിന്നെ ഇവരെ ക്ലാസ് ടീച്ചർ അനീഫ സാറിനെ എടുത്ത് പറയണം. കാരണം നല്ല ഒരു ക്ലാസ് ടീച്ചർ, നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് കൊടുത്തിട്ട് അവർ ക്ലാസ്സിൽ ടോട്ടൽ 31 പേരാണുള്ളത്. അതിൽ 20 പേർക്ക് A+ കിട്ടും. അതിന് മുഖ്യ പങ്ക് അധ്യാപകരുടെ ഹാർഡ് വർക്കാണ്. ഇവരെ പ്രാപ്തരാക്കിയത് അവരാണ്. ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും അവർക്ക് കൊടുക്കുന്നു. പിന്നെ ഇവർ സ്വയം ഇപ്പോൾ രാത്രി ചിലപ്പോൾ 2 മണി
2:30-3 മണി വരെ പഠിക്കും. അപ്പോൾ ഒന്ന് കിടക്കാൻ പറഞ്ഞാൽ അവർ പറയും ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടേ കിടക്കുന്നുള്ളൂ. ഞങ്ങൾ കൂടുതലൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതെ അതെ, അത് LP സ്കൂൾ നല്ലൊരു ബേസ് കിട്ടി വരും. ഒരു ഹരികൃഷ്ണൻ സാർ ഉണ്ടായിരുന്നു കോട്ടയത്ത്, ഇപ്പോഴും സ്ഥിരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ അവരൊക്കെ നല്ലതിൽ പങ്കുവച്ചിട്ടുണ്ട്. LSS 2 പേര് കിട്ടിയിരുന്നു. ഒരാൾക്ക് ഒരു മാർക്കിന് LSS കിട്ടിയില്ല, അത് അവിടെ USS കവർ ചെയ്തു. USS 3 പേർക്കും കിട്ടിയപ്പോൾ ടോപ്പ് റാങ്കിൽ ഗിഫ്റ്റഡ് ആയിട്ട് മോദം ഉണ്ടായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ ഇങ്ങനെ 3 പേരും 3 ലെവലിലാണ്. ഒരാൾ ഇവിടെ ഇപ്പോൾ ഈ വെക്കേഷനിൽ ഫുള്ള് ക്രാഫ്റ്റ് വർക്കുകളാണ്. അവിടെ ഒരു ബെഡ്റൂം നോക്കിയാൽ അറിയാം, കംപ്ലീറ്റ് ചാർട്ട് പേപ്പറും അതും വെച്ചിട്ട് ഇത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ. ഇവള് അറബിക്ക് അലിഫ് ടാലൻറ്റ് ടെസ്റ്റ് ഉണ്ടല്ലോ, അതിലൊക്കെ സ്ഥിരമായിട്ട് പങ്കെടുക്കുമായിരുന്നു. ഇപ്പോൾ അതുതന്നെയാണ് അവൾ ചോയ്സും ചെയ്തിരിക്കുന്നത്, അറബിക് കോളേജിൽ ചേരാനാണ്. ഇവരെ 1ാം ക്ലാസ് മുതൽ ഞാൻ പൊതുവിദ്യാലയത്തിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്, തൊട്ടടുത്തുള്ള GLPS കൽപ്പകഞ്ചേരിയിൽ. അതിനുശേഷം 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവിടെ ചേർന്നു 5ാം ക്ലാസ് മുതൽ. ഇപ്പോൾ ഈ സന്തോഷത്തിനെടുക്കും എനിക്ക് ദുഃഖം നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ SMC വൈസ് ചെയർമാൻ എന്നുള്ള നിലയിൽ കഴിഞ്ഞ 3 വർഷവും 100% വിജയമായിരുന്നു. ഈ വർഷം 331 കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തിയിൽ ഒരു കുട്ടി തോറ്റു. അങ്ങനെ 100% പോയിട്ടുണ്ട്. ആ ഒരു സങ്കടം കൂടി ഇതിൻ്റെ ഇടയിൽ അറിയിക്കുകയാണ്. റിസൾട്ട് വന്നതിന് ശേഷം കുഞ്ഞാലിക്കുട്ടി സാഹിബ്, മുനറവലി ശിഹാബ് തങ്ങൾ, പിന്നെ MLA ഇന്ന് കുറുക്കോളി മൊയ്തീൻ MLA ഇന്ന് രാവിലെ വന്നിരുന്നു. പിന്നെ ടീച്ചേഴ്സ് ഇന്നലെ തന്നെ റിസൾട്ട് അറിഞ്ഞ ശേഷം വീട്ടിലേക്ക് വന്നിരുന്നു. പിന്നെ ഫാമിലിയിലും ഫ്രണ്ട്സിലും കുറേ പേര് വിളിച്ചിരുന്നു. ചെറുപ്പം മുതൽ പഠിപ്പിച്ച ടീച്ചർമാരൊക്കെ വിളിച്ചിട്ട് അഭിനന്ദനങ്ങൾ പറഞ്ഞിരുന്നു. ഇവർ 3 പേരെന്ന് പറയുമ്പോൾ അത് സത്യത്തിൽ ഞങ്ങൾ സ്കൂളിൽ തന്നെ പലപ്പോഴും ഒരു അഭിമാനമാണ്. ഏത് വിഷയത്തിലാണെങ്കിലും, ഇപ്പം പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ക്ലാസ്സിൽ നമ്മൾ ഏത് എക്സാം കഴിയുമ്പോഴും 1, 2, 3 സ്ഥാനങ്ങളിൽ നോക്കുമ്പോൾ ഇവർ അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവരെ പോലെ തന്നെ ഇവരോടൊപ്പം ചേർന്ന് ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. ആ ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിലെ 31 കുട്ടികളിൽ എല്ലാവർക്കും ഞാൻ A+ പ്രതീക്ഷിക്കുന്ന രൂപത്തിലായിരുന്നു. പക്ഷെ ചെറിയ ചെറിയ കാരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുള്ളൂ. എന്തായാലും സന്തോഷം. ഇനിയും ഇവരുടെ ഈ നല്ല വിജയം അവരുടെ ജീവിതത്തിലുടനീളം തുടരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കണം. വലിയൊരു സന്തോഷ മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഈ കൽപ്പകഞ്ചേരി GVHSSൻ്റെ അഭിമാന താരങ്ങളായ മോസയും മനാലും മൈസയും ഏറ്റവും നല്ല തിളക്കമാർന്ന ഒരു വിജയം നേടിയിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾ ഈ സ്കൂളിൽ വന്ന ആ കാലഘട്ടം മുതൽ തന്നെ നിരവധി നേട്ടങ്ങൾ നേടി സ്കൂളിനെ അഭിമാനങ്ങളായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ കായിക രംഗങ്ങളിൽ, സ്പോർട്സിൽ, അതുപോലെ തന്നെ ശാസ്ത്രമേളകൾ, മറ്റു മത്സരങ്ങളിലെല്ലാം തന്നെ അവരുടേതായിട്ടുള്ള വിജയം നേടിയെടുത്ത കുട്ടികളാണ്. സ്കൂളിൻ്റെ പരിസരം ഒക്കെ നിരീക്ഷിച്ചാൽ അറിയാം, ഈ കുട്ടികളുടെ ഫോട്ടോയും ബാനറുകളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനിയും ഈ 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നിർണായക ടേണിംഗ് പോയിൻ്റാണ്. ഇത് കഴിഞ്ഞ് വലിയൊരു ഭാവി ഈ കുട്ടികൾക്ക് മുമ്പിലുണ്ട്. അവിടെയും നല്ല തിളക്കമാർന്ന വിജയങ്ങൾ നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. താങ്ക് യു. खूबसूरत मांद पड़ी हो ऐसा मैं दरिया जो बहना ना चाहे जो तू नहीं तो ऐसा मैं चेहरा कि जिसकी खूबसूरत मांद पड़ी हो ऐसा मैं दरिया जो बहना ना चाहे. കലാകായിക മത്സരങ്ങളിലും ശാസ്ത്രമേളകളിലും അടക്കം നിരവധി പുരസ്കാരങ്ങളും ഇവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നാടിന്റെ തന്നെ അഭിമാനമായി മാറിയ 3 മിടുക്കി കുട്ടികൾ.